ഇന്ന് ഓഗസ്റ്റ് 24 ഇന്നേ ദിവസം OTT റിലീസ് ചെയ്ത OTT റിലീസ് ചെയ്യാനിരിക്കുന്ന സിനിമകളുടെ ഉൾപ്പെടെ 8 അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് നുണക്കുഴി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ജിത്തു ജോസഫിന്റെ ബേസൽ നായകനെ എത്തിയ സിനിമയാണല്ലോ നുണക്കുഴി. സിനിമയുടെ OTT അവകാശങ്ങൾ നിലവിൽ ഒഫീഷ്യലായിട്ട് ആരും സ്വന്തമാക്കിയിട്ടില്ലെങ്കിൽ പോലും സമീപകാലത്തെ ബേസലിന്റെയും ജിത്തുവിന്റെയും ഭൂരിഭാഗം സിനിമകൾ സ്വന്തമാക്കുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ മാസമേ സിനിമ OTT റിലീസ് ചെയ്യുകയുള്ളൂ. രണ്ടാമത്തേത് ആനന്ദപുരം ഡയറീസ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. മീന നായിക വേഷത്തിലെത്തിയ സിനിമ മനോരമ മാക്സിലൂടെ വരാനായിട്ടിരിക്കുകയാണ്. ഇന്നലെ മനോരമ മാക്സിലൂടെ റിലീസ് ചെയ്ത സ്വകാര്യം സംഭവ ബഹുലം എന്ന സിനിമയ്ക്ക് ശേഷം റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന ആനന്ദപുരം ഡയറീസ് അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിലീസ് തീയതി പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കൂ. പട്ടാപ്പകൽ എന്ന സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയുടെ OTT കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിരിക്കുകയാണ്. സൈൻ അപ്ലൈ ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം അവസാനത്തോടെ റിലീസ് പ്രതീക്ഷിക്കുന്നു. തമിഴിൽ നിന്നും കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത സിനിമയാണ് ഉണർവുകൾ തുടർക്കഥ. ചിത്രം തമിഴ് OTT പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു മാസത്തിനിടയിൽ OTT റിലീസ് ചെയ്ത കന്നഡ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയാണ് ശാഖാഹാരി. ചിത്രം ഇന്ന് തെലുഗു OTT പ്ലാറ്റ്ഫോമിൽ തെലുഗു ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വീഡിയോയിലെ 6ാമത്തെ അപ്ഡേറ്റ് ഒരു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ബോളിവുഡിൽ നിന്നും OTT റിലീസിനൊരുങ്ങുന്ന ഡയറക്റ്റ് OTT സീരീസ് ആണ് കോൾ മീ ബേ. സീരീസിന്റെ OTT ട്രെയിലർ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി സീരീസ് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദിയിൽ മാത്രമായിരിക്കും സീരീസ് ലഭ്യമാകുക. ദി റിംഗ്സ് ഓഫ് പവർ എന്നൊരു ആമസോൺ പ്രൈം സീരീസ് കൂടി OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 29-ാം തീയതി ആയിരിക്കും സീരീസ് ഇന്ത്യൻ ഭാഷകളിലടക്കം OTT റിലീസ് ചെയ്യുക. വീഡിയോയിലെ അവസാനത്തെ OTT അപ്ഡേറ്റ് തങ്കലാൻ എന്ന സിനിമയുടേതാണ്. ചിയാൻ വിക്രം, പാർവതി തിരുവോത്ത്, ഒപ്പം തന്നെ മാളവിക മോഹനൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച തങ്കലാൻ എന്ന സിനിമ 50 കോടിയിലേറെ കളക്ഷൻ നേടിയെടുത്ത ഏറ്റവും പുതിയ വിക്രമിന്റെ തമിഴ് സിനിമയാണല്ലോ. OTT അവകാശങ്ങൾ ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ പാൻ-ഇന്ത്യൻ ഭാഷകളിൽ സെപ്റ്റംബർ മാസം തന്നെ റിലീസ് ചെയ്യും. സമീപകാലത്തെ ഭൂരിഭാഗം തമിഴ് സിനിമകളുടേതുപോലെ ഒരു മാസത്തിനുള്ളിൽ സിനിമ OTT റിലീസ് ചെയ്യുന്നതാണ്. തങ്കലാൻ സെപ്റ്റംബർ പകുതിയോടെയായിരിക്കും OTT റിലീസ് ചെയ്യുക. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്ന തങ്കലാൻ OTT റിലീസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.